ഒരുപക്ഷെ ഞാൻ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ വീഡിയോ ആയിരിക്കും ഇത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു വീഡിയോ ഇത് തന്നെയായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ തമ്മിൽ നിങ്ങൾ കണ്ടതുപോലെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഡിപ്രഷനെ പറ്റിയാണ്. അപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വളരെ ക്ലീശ ആയിട്ടുള്ളൊരു ടോപ്പിക് അല്ലേ, അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളെല്ലാം വന്നതല്ലേ ഇതിൻ്റെ പേരിൽ എന്നുള്ള രീതിയിൽ. പക്ഷേ ഞാനിപ്പോൾ പറയാൻ പോകുന്ന പോയിന്റ്സും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വേറൊരു വീഡിയോയിലും ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് പറയാം. ഞാൻ പറയുന്ന കാര്യങ്ങളോ ഞാൻ ചെയ്യുന്ന വീഡിയോസോ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ട്, ഫോളോ ചെയ്യുക. ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാല്യൂം ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കമൻറ്റ് ഇട്ടിട്ട് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോയിക്കോളാം. അപ്പോൾ ഇറ്റ്സ് മീ യാസിൻ കെ മുഹമ്മദ്. ഡിപ്രഷൻ എന്ന് പറയുന്ന നേരത്ത് നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിച്ചതിന് ശേഷം കുറച്ച് നാളൊക്കെ ഒരു ബുദ്ധിമുട്ടിലും കുറച്ച് വിഷമത്തിലൊക്കെ നമ്മൾ ഇരിക്കുന്നതല്ലേ എന്നുള്ള രീതിയിൽ. പക്ഷേ ആക്ച്വൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് അതല്ല. ഇറ്റ്സ് വെരി മച്ച് കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഈ ടോപ്പിക്ക് ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു മെഡിസിൻ്റെ സഹായമൊക്കെ എടുത്ത് തുടങ്ങേണ്ട ഒരു കണ്ടീഷൻ വരാൻ നേരത്ത് അതിന് മുമ്പ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു 3 പോയിന്റുകൾ. ഈ 3 പോയിന്റുകൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് എൻറ്റയർലി ചേഞ്ച് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഡിപ്രഷനെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു രീതി എൻറ്റയർലി ചേഞ്ച് ചെയ്യുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. എന്നിട്ടും നിങ്ങൾക്ക് ഒരു കൗൺസിലറിൻ്റെ ഹെൽപ്പോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ഹെൽപ്പോ തേടണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഹെഡ് ഫോർ ഇറ്റ്. പക്ഷേ ഒരിക്കലും അതിനുള്ളൊരു തടസ്സമായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ ഈ ഒരു കാര്യം പരീക്ഷിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ കാണാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡിഫിക്കൽട്ടിയും കാര്യങ്ങളൊക്കെ വരാൻ നേരത്തെ ഇപ്പോൾ പലരുടെയും എന്താ പറയുക, പലരുടെയും ഒരു എക്സ്പെർട്ട് അഡ്വൈസൊക്കെ കേട്ടിട്ട് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തൊക്കെ നിങ്ങൾ പോകുന്നുണ്ടാവാം. പക്ഷേ അതിനു മുമ്പ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി നല്ലൊരു ഫിസിഷ്യനെ കാണാൻ പോകുക എന്നുള്ള രീതിയിലാണ്. എന്നിട്ട് നിങ്ങളുടെ ബ്ലഡ് ലെവൽസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ബ്ലഡിലുള്ള ന്യൂട്രിയൻസും നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടോ, ഏതെങ്കിലും ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വിറ്റാമിൻ ഡി പോലത്തെ ഒരു ന്യൂട്രിയൻറ്റ് നിങ്ങൾക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോഗ്നേറ്റീവ് എബിലിറ്റീനെ ബാധിക്കും, നിങ്ങളുടെ ലോജിക്കൽ എബിലിറ്റീനെ ബാധിക്കും. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെട്ടെന്നൊരു പ്രോബ്ലം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനെ ഭയക്കാനാണ് നിങ്ങൾക്ക് ആക്ച്വലി പറ്റുള്ളൂ. അല്ലാതെ ആ പ്രോബ്ലത്തിനെ എങ്ങനെ സോൾവ് ചെയ്തെടുക്കണം എന്നുള്ള ഒരു ലോജിക്കൽ തിങ്കിങ് നിങ്ങൾക്ക് നടക്കാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ ഇതേപോലുള്ള ന്യൂട്രിയൻസ് നിങ്ങളുടെ ബ്ലഡിലും നിങ്ങളുടെ ശരീരത്തിലും കുറവാണെന്നുണ്ടെങ്കിലും ഇതേപോലത്തെ അവസ്ഥകളിലേക്ക് നിങ്ങൾ ആക്ച്വലി എത്തിപ്പെടാം. അപ്പോൾ ഇതിന് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫിസിഷ്യനെ പോയി കാണുക, നിങ്ങളുടെ കാര്യങ്ങൾ പറയുക, ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങൾ അതേപോലത്തെ ടെസ്റ്റുകൾ കാര്യങ്ങളെല്ലാം എടുത്തതിന് ശേഷം നിങ്ങളെന്താ ഒരു തീരുമാനം എടുക്കുക, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് എന്താണ് എടുക്കേണ്ടത്, ഫുഡ് ഹാബിറ്റ്സിൽ എന്താണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ള രീതിയിൽ. അപ്പോൾ സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ. നമ്മളുടെ മൈൻഡിലൊരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു മൈൻഡിലൊരു ബുദ്ധിമുട്ട് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. അത് ആക്ച്വലി ആ കാരണം കണ്ടെത്തുക എന്നുള്ള രീതിയിലാണ്. അതിൽ ഞാൻ കുറച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മനുഷ്യർക്കും ആക്ച്വലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം ഉണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഫോക്കസിൽ. പക്ഷേ അങ്ങനെയുള്ളൊരു കാര്യം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിനിമ എന്നുള്ളൊരു ആഗ്രഹമായിട്ട് നടക്കുന്ന ഒരാൾ മറ്റുള്ളൊരു ബിസിനസ്സോ മറ്റുള്ളൊരു ജോലിയിലേക്കോ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രത്തോളം അത് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റണം എന്നില്ല. അത് ആ ഒരു കാരണം കൊണ്ട് തന്നെ അവരുടെ മൈൻഡ് കുറച്ചും കൂടെ ബുദ്ധിമുട്ടിലേക്കാവും. അപ്പോൾ അത് റിസൾട്ട് ചെയ്യുന്നത് ഇതേപോലത്തെ മെൻ്റൽ സിറ്റുവേഷൻസിലേക്കാണ്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആൽക്കഹോൾസും അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇക്കിഗായ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. നിങ്ങളുടെ ആ പോയിന്റ് എന്തിലേക്കാണ് നിങ്ങൾക്ക് എത്തിപ്പെടേണ്ടത് എന്നുള്ള രീതിയിലുള്ള വ്യക്തമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതിനു ശേഷം നിങ്ങൾ അതിനുവേണ്ടി ചെറിയ ചെറിയ ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ മൈൻഡിനെ തന്നെ ട്രിക്ക് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഐ ആം ട്രൈങ് ഫോർ ദിസ് ഓൾസോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതൊരു വളരെ വലിയൊരു മാറ്റം നമ്മുടെ ലൈഫിലും നമ്മുടെ പെർസ്പെക്റ്റീവ്സിലും വരുത്തുന്നത് 100% ഷുവറാണ്. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാൻ നേരത്ത് അത് ഏറ്റവും നല്ല രീതിയിൽ ഫേസ് ചെയ്യാൻ നമ്മൾ ആദ്യം നമ്മുടെ ബോഡീനെ കറക്റ്റാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടെ തെളിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതാണോ ഒരു സ്പോർട്ടോ അല്ലെങ്കിൽ കുറച്ച് നേരത്തെ വർക്കൗട്ടോ റൊട്ടീനോ കാര്യങ്ങൾ ഫോളോ ചെയ്തത് കൊണ്ട് നമ്മൾക്ക് വരാൻ പോകുന്ന ഗുണങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. മനുഷ്യനെന്ന് പറയുന്ന ഒരു ക്രിയേഷൻ മൂവ്മെൻറ്റ്സിന് വേണ്ടിയൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മളുടെ ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് വളരെ പരിമിതമായിട്ട് കുറയാൻ നേരത്തുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ മൈൻഡിനെയും ബാധിക്കും ആക്ച്വലി. നിങ്ങളൊരു ഹാഫ് ആൻ അവറോ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സോ നല്ല രീതിയിൽ വർക്കൗട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പോർട്ടോ കളിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾക്കൊരു ഡോപ്പമൈൻ ഹിറ്റ് നിങ്ങൾക്ക് എന്തായാലും അതിൽ നിന്ന് കിട്ടും. ഡോപ്പമൈൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഹാപ്പിനെസ് ഹോർമോൺ എന്നാണ് പറയുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ഹാപ്പിനെസ്സും കാര്യങ്ങളും ഒരുപാട് ഫുൾഫില്ലിങ്ങും കാര്യങ്ങളും എല്ലാം കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ആക്ച്വലി ഫോക്കസ് ചെയ്യാണ്. ഇപ്പോൾ ഡെയിലി നിങ്ങളൊരു 20 മിനിറ്റ്സോ അല്ലെങ്കിൽ 30 മിനിറ്റ്സോ നിങ്ങൾ വർക്കൗട്ടിനോ അല്ലെങ്കിൽ ഒരു സ്പോർട്ടിനോ, ഈവൻ ടെന്നീസോ അല്ലെങ്കിൽ ഫുട്ബോളോ എന്തായിക്കോട്ടെ, പക്ഷെ അതിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് ഒരു 2 വീക്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വളരെ വിസിബിൾ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോയിൽ. അപ്പോൾ ഞാൻ ജെന്യുവിൻലി നിങ്ങൾക്ക് ഈ 3 പോയിന്റ് സജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളിത് ഫോളോ ചെയ്ത് നോക്കുക. ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡിപ്രഷൻ അതേപോലത്തെ പ്രശ്നങ്ങളിലേക്ക് പോയിട്ടില്ലെങ്കിൽ പോലും നോർമലി എന്തെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒരു വിഷമങ്ങളൊക്കെ ഉള്ളൊരു ടൈമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പോയിന്റ്സും കാര്യങ്ങളും ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങും. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളോ ഞാൻ ചെയ്യുന്ന വീഡിയോസോ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ട്, ഫോളോ ചെയ്യുക. ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാല്യൂം ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കമൻറ്റ് ഇട്ടിട്ട് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോയിക്കോളാം. അപ്പോൾ ഇറ്റ്സ് മീ യാസിൻ കെ മുഹമ്മദ് ആൻഡ് ബൈ ഫ്രം മൈ സൈഡ്.